ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഓണക്കോടിയണിഞ്ഞ് ഓണസദ്യയുടെ നിറവിൽ പഴയകാല പ്രൗഢിയിലേക്ക് യാത്ര പോയി മടങ്ങിയെത്തിയിരിക്കുകയാണ് നമ്മൾ. ഒരുമയുടെയും ഐശ്വര്യത്തിൻ്റെയും നാളുകൾ നിർമ്മിച്ചെടുക്കാൻ നമുക്ക് കഴിയും എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഓണവും. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിനങ്ങളിലെ ഏറ്റവും സുന്ദരമായ സന്ധ്യകളിലൂടെ കടന്നു പോകുകയാണ് നമ്മൾ. അതിസുന്ദരവും ഹൃദയസ്പർശിയും ഭക്തി നിർഭരവുമായ വിഷ്ണുസ്തുതിയാണ് ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ വിഷ്ണുസ്തുതി. മഹാബലി വിഷ്ണുവിനെ സ്തുതിക്കുന്ന ഈ വരികൾ എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം.
രാധാരമണ 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 അസുരൻ, രാക്ഷസൻ എന്നെല്ലാം കേൾക്കുമ്പോൾ ദുഷ്ടന്മാരാണ് അവരെല്ലാം എന്നാണ് നാം കരുതുന്നത്. എന്നാൽ അവരിൽ ധാരാളം പേർ നന്മയുടെ പക്ഷത്തും ചേർന്ന് നിന്നവരാണ്. പ്രഹ്ലാദനും വിഭീഷണനും മഹാബലിയുമെല്ലാം അത്തരക്കാരാണ്. മഹാബലിയുടെ മഹാത്മ്യങ്ങളാണ് ഇന്നത്തെ നൈമിഷാരണ്യം വ്യക്തമാക്കുന്നത്. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നൈമിഷാരണ്യത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഓണക്കാലത്ത് ഏറ്റവും അധികം വിശേഷമായിട്ടും പരിശുദ്ധമായിട്ടും ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ നമ്മൾ കാണുന്ന ഒരു വിഗ്രഹ സങ്കല്പമാണ് തൃക്കാക്കരയപ്പൻ അല്ലെങ്കിൽ മാതേവർ. ചില ദിക്കിൽ മാതേര് എന്നും ഗ്രാമ്യ ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ഈ മാതേവരെ കുറിച്ചാണ് അല്ലെങ്കിൽ തൃക്കാക്കരയപ്പനെ കുറിച്ചാണ് ഇന്നത്തെ നൈമിഷാരണ്യത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ഈ തൃക്കാക്കരയപ്പൻ അല്ലെങ്കിൽ മാതേര്? ചില ആളുകൾ പറയുന്നുണ്ട് അത് മഹാബലി തന്നെയാണ്. ചില ആളുകൾ പറയുന്നുണ്ട് അത് മഹാബലി അല്ല, അത് വാമനമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിനെയാണ് അവിടെ പൂജിക്കുന്നത്. ഇതിൽ ഏത് അഭിപ്രായമാണ് കൂടുതൽ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കേരളീയ പാരമ്പര്യത്തിൽ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാക്ഷാൽ വാമനമൂർത്തിയാണ്. വാമനമൂർത്തിയായിട്ടുള്ള നാരായണനെ തന്നെയാണ് തൃക്കാക്കരയപ്പനായിട്ട് പൂജിക്കുന്നത്. നോക്കൂ, ഓണം എന്ന് വിളിക്കപ്പെടുന്ന മലയാളിയുടെ ദേശീയ ആഘോഷം, അതിന് പ്രകൃതിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. ഓണത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് പൂക്കളം ഇടുന്നതാണല്ലോ. ആ പൂക്കളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഓണക്കാലത്ത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് ഓണസദ്യ. ആ ഓണസദ്യ ഉണ്ടാക്കാനുള്ള വിഭവങ്ങളായിട്ടുള്ള പച്ചക്കറികളും മറ്റ് ധാന്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതും പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു പ്രകൃതി ബന്ധം ഓണം എന്ന് വിളിക്കപ്പെടുന്ന ആഘോഷത്തിനുണ്ട്. മലയാളിയുടെ ഭൂരിഭാഗം ആഘോഷങ്ങൾക്കും ഈ പ്രകൃതിയുമായും കൃഷിയുമായുമുള്ള ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വിശേഷമായിട്ട് മാതേര് അല്ലെങ്കിൽ തൃക്കാക്കരയപ്പൻ. എങ്ങനെയാണ് തൃക്കാക്കരയപ്പൻ്റെ പ്രതിഷ്ഠ നടത്തുന്നത്? സ്വന്തം പറമ്പിലെ മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന ഒരു വിഗ്രഹം, അതാണ് തൃക്കാക്കരയപ്പൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള വിഗ്രഹം. അത് നാക്കില വെച്ച് അതിൽ മാവണിഞ്ഞ് ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ കൃഷ്ണകിരീടം ചൂടിക്കൊടുത്ത് തുമ്പപ്പൂ അതിൻ്റെ മുകളിൽ ചൂടിക്കൊടുത്ത് അങ്ങനെ വേണം പ്രതിഷ്ഠിക്കാനാണ്. തൃക്കാക്കരയപ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേദ്യം എന്താണ്? എന്താ ഭഗവാന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം? തൃക്കാക്കരയപ്പന് നേദിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട വിഭവം അടയാണ്. അതിലും പ്രകൃതിയായിട്ടുള്ള ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് വിളിക്കപ്പെടുന്ന നക്ഷത്രം കേവലം തിരുവോണമായിട്ട് മഹാബലി ചക്രവർത്തി നമ്മളെ കാണാൻ വരുന്നു എന്നുള്ള ദിവസം മാത്രമല്ല, അന്ന് വാമന ജയന്തി കൂടിയാണ്. സാക്ഷാൽ നാരായണൻ വാമനനായിട്ട് കശ്യപൻ്റെയും അതിഥിയുടെയും പുത്രനായിട്ട് അഭിജിത്ത് എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ട മുഹൂർത്തത്തിൽ മഹാബലി ചക്രവർത്തിയെ ഭക്തന്മാരിൽ ഏറ്റവും ഉത്തമനായിട്ട് ഉയർത്താൻ, അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് അവതാരം എടുത്ത ദിവസമാണ് ഈ ചിങ്ങമാസത്തിലെ തിരുവോണം. അന്നേ ദിവസം വാമന ജയന്തി കൂടിയാണ്. അതുകൊണ്ട് ആ ദിവസം തൃക്കാക്കരയപ്പനെ പൂജിക്കുക എന്നുള്ളത് ഏറ്റവും ഉത്തമമായിട്ട് കണക്കാക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ പല ദിക്കിലുണ്ടായിരുന്ന സമ്പ്രദായം കർക്കിടക മാസത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ അത്തം നാൾ വരെ എല്ലാ ദിവസവും പൂക്കളിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ചിങ്ങമാസത്തിലെ അത്തം നാൾ തൊട്ടിട്ട് പിന്നീട് മാതേവരുടെ വരവാണ്. മാതേര് വെക്കുക അല്ലെങ്കിൽ തൃക്കാക്കരയപ്പനെ വെക്കുക എന്നുള്ളതായിരുന്നു പലയിടത്തും പിന്തുടർന്നിരുന്ന ഒരു രീതി. ആ രീതി എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുമാളുടെ കൽപ്പനയാണെന്നാണ്. ഈ കേരളം മുഴുവൻ ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾമാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നായിരുന്നു എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രം. ഓണക്കാലത്ത് ഉത്സവമുള്ള ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം തൻ്റെ രാജ്യത്തുള്ള എല്ലാവരും തൃക്കാക്കരയപ്പനെ കാണാൻ വരണമെന്നായിരുന്നു. പക്ഷേ ദൂരസ്ഥലത്തുള്ള ആളുകൾക്കൊന്നും ഇവിടെ വന്ന് തൃക്കാക്കരയപ്പനെ കാണുക എന്ന് പറയുന്നത് നടക്കാത്തൊരു കാലഘട്ടമായിരുന്നു അത്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നിങ്ങളെല്ലാവരും അവരവരുടെ വീട്ടിൽ തൃക്കാക്കരയപ്പൻ്റെ വിഗ്രഹം ഉണ്ടാക്കി അത് പൂജിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു എന്നും വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും അങ്ങനെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് വാമനമൂർത്തിക്ക് നമ്മൾ കൊടുക്കുന്ന പൂജയായി
ഈ തൃക്കാക്കരയപ്പൻ്റെ പൂജ മാറി എന്നാണ്. എന്താണ് ഈ പേരിന് പുറകിലുള്ള ഐതിഹ്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ നൈമിഷാരണ്യത്തിൽ നിന്ന് വിട പറയാം. തൃക്കാക്കര എന്നാണ്, അത് തൃക്കാൽക്കര ലോപിച്ചാണ് തൃക്കാക്കരയായത് എന്നാണ് ഐതിഹ്യം. സാക്ഷാൽ വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ മഹാബലിയെ പരീക്ഷിക്കാനായി വന്ന സമയത്ത് മഹാബലി ആവശ്യമുള്ള ഭൂമി അളന്നെടുത്തോളൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ സമയത്ത് തൻ്റെ കാൽഭാഗം കൊണ്ട് തൻ്റെ ആ വിക്രമഭാവം ഭഗവാൻ കാണിച്ചു എന്നാണ്. ത്രിവിക്രമനായിട്ട് നിൽക്കുന്ന വാമനമൂർത്തി ഒന്നാമത്തെ തൻ്റെ കാലുകൊണ്ട് ഭൂമിയും രണ്ടാമത്തെ കാലുകൊണ്ട് ആകാശവും അളന്നു എന്നാണ്. മൂന്നാമത്തെ കാൽ എവിടെ വെക്കണം എന്നുള്ള ചോദ്യമാണ് വാമനമൂർത്തി മഹാബലിയോട് ചോദിക്കുന്നത്. അങ്ങനെ തൃക്കാൽ കൊണ്ട സ്ഥലം, കര, അതാണ് തൃക്കാൽക്കരയായിട്ട് മാറിയതും പിന്നീട് തൃക്കാക്കരയായിട്ട് മാറിയതും. അതായത് സാക്ഷാൽ നാരായണൻ്റെ പാദസ്പർശം ഉണ്ടായിട്ടുള്ള സ്ഥലം എന്നാണ് ആ പേരിനർത്ഥം. അങ്ങനെ ആ തൃക്കാൽക്കരയിലുള്ള ദേവൻ തൃക്കാക്കരയപ്പനായിട്ട് മാറുകയും ചെയ്തു. ഒരു കേരളത്തിലെ ക്ഷേത്രത്തിലെ ഈശ്വരനെ എല്ലാ ദിക്കിലും ഒരു വിശേഷപ്പെട്ട അവസരത്തിൽ ആരാധിക്കുന്ന ഒരു രീതി, അത് അവകാശപ്പെടാൻ സാധിക്കുക തൃക്കാക്കരയപ്പന് മാത്രമാണ്. ഓണത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃക്കാക്കരയപ്പൻ. അങ്ങനെയുള്ള വാമനമൂർത്തിയായിട്ടുള്ള തൃക്കാക്കരയപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അടയൊക്കെ കഴിച്ച് നമ്മുടെ തൃക്കാക്കരയപ്പൻ നമ്മളെ അനുഗ്രഹിച്ച് ഈ ഓണക്കാലത്ത് എല്ലാവരുടെയും വീടുകളിലും ഈ സമൂഹത്തിലും നന്മയും അതുപോലെ തന്നെ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരിയിലേക്ക് നീളുന്ന ദേശീയപാതയിൽ ഏതാണ്ട് 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നെയ്യാറ്റിൻകര നഗരമധ്യത്തിൽ എത്താം. നെയ്യാറ്റിൻകര വാഴും കണ്ണാ, നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. ദേശീയപാതയോട് ചേർന്ന് അതിമനോഹരമായ കമാനം, അതിനു മുകളിൽ അർജുനന് ഗീതോപദേശം നൽകുന്ന പാർത്ഥസാരഥിയുടെ ശില്പം. ഇത് ചരിത്രപ്രസിദ്ധവും ഐതിഹ്യ സമ്പുഷ്ടവുമായ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഓങ്കാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. ഈ പ്രദേശത്ത് പച്ചപ്പട്ട് ചാർത്തി ഒഴുകുന്ന നെയ്യാറിന്റെ തീരങ്ങൾ ഉൾപ്പെട്ട പ്രദേശമായതുകൊണ്ടാണ് ഇവിടം നെയ്യാറ്റിൻകര ആയത്. പണ്ട് ഈ ദേശത്തിന്റെ പേര് തെങ്ങനാട് എന്നായിരുന്നുവെന്നാണ് വിശ്വാസം. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. സ്വദേശാഭിമാനിയുടെ ജന്മദേശം എന്ന നിലയിലും ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഥമ കർമ്മമണ്ഡലം എന്ന നിലയിലുമെല്ലാം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലും ഇടം നേടിയ സ്ഥലമാണിത്. അകിട് ചുരത്തുമെൻ ജീവന് നീ മോക്ഷ കറുക നാം വേകുമോ കണ്ണാ, കായാമ്പൂത്തൊഴും മുകിൽ വർണ്ണ. ഇവിടെ ഒഴുകുന്ന നദി എങ്ങനെയാണ് നെയ്യാറായി മാറിയത് എന്നതിനെപ്പറ്റി പുരാണ സംബന്ധമായ ഒരു കഥ നിലവിലുണ്ട്. പണ്ട് അഗസ്ത്യമുനി സഹ്യപർവ്വതത്തിലെ തന്റെ ആശ്രമത്തിൽ യാഗം നടത്തുകയായിരുന്നു. വില്ലുമംഗലം സ്വാമിയാരും ഈ യാഗവേദിയിൽ സന്നിഹിതനായിരുന്നു. യാഗശാലയുടെ കോണിൽ നിരത്തിവച്ചിരുന്ന നെയ്കുംഭങ്ങളിൽ ചിലത് ചരിഞ്ഞു കിടന്നിരുന്നു. അവയിൽ നിന്നൊഴുകിയ നെയ്യ് ഒരു നദിയായി പുറത്തേക്ക് ഒഴുകിയെന്നും അങ്ങനെയാണ് നെയ്യാറിന്റെ ഉത്ഭവം എന്നുമാണ് ഐതിഹ്യം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഭാഗവതത്തിലെ മത്സ്യാവതാര കഥ വിവരിക്കുന്ന ഭാഗത്ത് മഹാവിഷ്ണു മത്സ്യാവതാരം പൂണ്ട് എത്തിയത് നെയ്യാറിലാണെന്ന് വാദിക്കാൻ സഹായകമായ ചില സൂചനകളുണ്ട്. ഘൃതമാലയാകിയ നദി എന്ന പ്രയോഗമുണ്ടതിൽ. ഘൃതമാലയാകിയ നദി എന്നാൽ അർത്ഥം നെയ്യാർ എന്നതാണ്. കൊക്കരണിയിൽ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത്
ഇവിടത്തെ കൊരവണിക്കടവ് ആണെന്നും വാദിക്കാവുന്നതാണ്. ആനന്ദലോല കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ. പണ്ട് നെയ്യാറിൽ നിന്ന് കിട്ടിയ ഒരു കൃഷ്ണശില വച്ച് ആരാധിക്കുകയായിരുന്നു ഒരു ഭക്ത. ഇതറിഞ്ഞ വില്ലുമംഗലം സ്വാമിയാർ അതിനെ നെയ്യാറിന്റെ തീരത്ത് പ്രതിഷ്ഠിച്ചു എന്നും അങ്ങനെയാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രൂപം കൊണ്ടത് എന്നുമാണ് ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി കഥ. സന്താപമാറ്റു കൃഷ്ണ സ്നേഹ സന്മാർഗമേകു കൃഷ്ണ സായുജ്യ രാമകൃഷ്ണ എന്റെ ശ്രീവത്സധാരി കൃഷ്ണ. നിരവധി ഐതിഹ്യ കഥകൾ ക്ഷേത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ട്. ഒരിക്കൽ അതിഘോരമായ വരൾച്ചക്കാലം. ഈ പ്രദേശത്തെ ജലാശയങ്ങൾ വറ്റി വരണ്ടു. ക്ഷേത്രത്തിലെ അഭിഷേകത്തിന് പോലും ജലം കിട്ടാതായി. ഭക്തയായ ഒരു വൃദ്ധ മനം നൊന്ത് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചതോടെ നെയ്യാർ ജലം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അങ്ങനെയാണ് നെയ്യാർ ജലസമൃദ്ധമായത്. ഇന്ന് നെയ്യാറിൽ ഒഴുകുന്നത് ജലമാണെങ്കിലും അതിൽ ഭക്തിയുടെയും വിശ്വാസങ്ങളുടെയും ഒരു നെയ്ക്കിനിവുണ്ട്. യദുവംശപാഹി കൃഷ്ണ ഭക്തപരിപാലനാഥ കൃഷ്ണ. കൃഷ്ണനെ പ്രാർത്ഥിച്ചതായി പറയുന്ന വൃദ്ധ ഒരു ദിവസം ആറ്റിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അവിടെ ഗോക്കളോടൊപ്പം നീന്തിക്കളിക്കുന്ന കൃഷ്ണനെ കാണാനിടയായെന്നും അത് പരസ്യപ്പെടുത്തിയത് കാരണം അവരുടെ കാഴ്ചശക്തി നഷ്ടമായി എന്നും ആ കഥ നീളുന്നു. വേണാട്ടരജനും തിരുവിതാംകൂറിന്റെ സ്ഥാപകനുമായ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് പഞ്ചലോഹത്തിലുള്ള ഇവിടത്തെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതും ക്ഷേത്രം വിപുലമാക്കുന്നതും. ഈ മഹാക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രത്യേകതകൾ അറിയാൻ ഹയബാദ ധ്വനികൾ ഇന്നും അനുരണനം ചെയ്യുന്ന ഈ ക്ഷേത്ര പരിസരം ചുറ്റിവരാം. മാധവ മാമവദേവ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ. തിരുവിതാംകൂർ രാജവംശത്തിൽ അധികാര വടംവലി നടക്കുന്ന കാലം. മരുമക്കത്തായം നിലനിന്നിരുന്നതിനാൽ അടുത്ത അവകാശി മാർത്താണ്ഡവർമ്മയായിരുന്നു. എന്നാൽ എട്ടുവീട്ടിൽ പിള്ളമാരും ചില മാടമ്പിമാരും തമ്പിമാരുടെ നേതൃത്വത്തിൽ കലാപം ആരംഭിച്ചു. അവർ മാർത്താണ്ഡവർമ്മയെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ശത്രുക്കളാൽ പിന്തുടരപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു മാർത്താണ്ഡവർമ്മ. കരകവിഞ്ഞൊഴുകിയിരുന്ന നെയ്യാർ കടന്ന് കുറ്റിക്കാട്ടിൽ ഒളിച്ചു. ശത്രുക്കളുടെ കയ്യിൽ പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ ശ്രീപത്മനാഭനെ വിളിച്ചു പ്രാർത്ഥിച്ചു. വിളികേട്ടെത്തിയ ഒരു ബാലൻ ഒരു വലിയ പ്ലാവിന്റെ പൊത്തു ചൂണ്ടി അവിടെ വിശ്രമിച്ചുകൊള്ളുവാൻ ഉപദേശിച്ചു. അങ്ങനെ പ്ലാവിന്റെ പൊത്തിൽ ഒളിച്ചിരുന്ന് യുവരാജാവ് ജീവൻ രക്ഷിച്ചു. പുറത്തിറങ്ങിയ മാർത്താണ്ഡവർമ്മ ബാലൻ നിന്ന സ്ഥാനത്ത് കണ്ടത് ഒരു കൃഷ്ണശിലയായിരുന്നു. അതിനാൽ തന്നെ രക്ഷിച്ചത് ശ്രീകൃഷ്ണൻ തന്നെ എന്നുറപ്പിച്ചു. പിന്നീട് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യത്തിലെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ ഈ ക്ഷേത്രനടയിലെത്തുകയും അമ്മച്ചിപ്ലാവിനെ ആദരിക്കുകയും പഞ്ചലോഹത്തിൽ കൃഷ്ണവിഗ്രഹം നിർമ്മിച്ച് ക്ഷേത്രം പുതുക്കി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു രാജവംശത്തിന്റെ നിർണായകമായ വഴിത്തിരിവ് സൂചിപ്പിക്കുന്ന ശിലാലിഖിതമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. മീനമാസത്തിലെ തിരുവോണ നാളിലാണ് ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുക. 10ാം ദിവസം രോഹിണി നാളിൽ ആറാട്ടോടെ ഉത്സവം അവസാനിക്കുന്നു. അന്നേ ദിനമാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്ക് കൊടിയേറുന്നത്. ഭഗവാന്റെ തൃക്കൈകളിൽ വെണ്ണയും കദളിപ്പഴവും വച്ചാണ് നിവേദ്യം നടത്തുക.
തൃക്കൈവെണ്ണ ഉദരരോഗങ്ങൾക്കുള്ള ദിവ്യ ഔഷധമായി കണക്കാക്കുന്നു. ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറായി കാണുന്ന കൊട്ടാരം മാർത്താണ്ഡവർമ്മ പണികഴിപ്പിച്ചതാണ്. ക്ഷേത്ര ദർശനത്തിനായി എത്തുമ്പോൾ താമസിക്കാനാണ് ഇത് പണിതത്. ചരിത്രത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും ഇരുണ്ട അധ്യായങ്ങളിലേക്ക് വെളിച്ചം പകരുന്ന നെയ്വിളക്കായി നെയ്യാർ ശോഭിക്കുമ്പോൾ കരയിൽ ഒരു സംസ്കാരത്തിന്റെ സ്മാരകമായി പ്രൗഢഗംഭീരമായ ഈ മഹാക്ഷേത്രം നിലനിൽക്കുന്നു. ഓണത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ മതപരമായ ഘടകങ്ങളുണ്ടെങ്കിലും അത് നൽകുന്ന സന്ദേശം ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും അഹങ്കാര ശമനത്തിൻ്റെയുമാണ്. അത് നമുക്ക് മുൻപിൽ തുറക്കുന്ന ലോകം ഒരുമയുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയുമാണ്. അതുകൊണ്ട് തന്നെ മതാതീതമായ മഹോത്സവമായി ഓണം ഇന്നും ആഘോഷിക്കപ്പെടുന്നു. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.